നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 794th day. Today 16th sloka of Pradhamaskandam 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 794 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 16ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് മഹാഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 16ാമത്തെ ശ്ലോകം. മാമം സ്ഥാഹേദാശ്ചര്യം സർവാശ്ചര്യമയേച്യുതേ യൈദം മായയാ ദേവ്യാ സൃജത്യവതി ഹന്യജ. ഓം തത്സത്. മാമം സ്ഥാഹേദാശ്ചര്യം സർവാശ്ചര്യമയേച്യുതേ യൈദം മായയാ ദേവ്യാ സൃജത്യവതി ഹന്യജ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് മാം മംസ്ത ഏതത് ആശ്ചര്യം സർവാശ്ചര്യം മയേ അച്യുതേ മയി അച്യുതേ യ ഇദം മായയാ ദേവ്യാ സൃജതി അവധി ഹന്തി അജ. അതായത് അജ എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്ത, യാതൊരുത്തൻ, മായയാ ദേവ്യ മായാദേവിയാൽ തൻ്റെ മായാദേവിയാൽ ഇതം ഈ വിശ്വത്തെ സൃജതി സൃഷ്ടിക്കുന്നു, അവധി രക്ഷിക്കുന്നു, ഹന്തി സൃജത്യവധി ഹന്തി അതായത് സൃഷ്ടിച്ച് രക്ഷിച്ച് ഹനിക്കുന്നു, ഹന്തി ഹനിക്കുന്നു. സർവാശ്ചര്യമയേ സർവാശ്ചര്യ സ്വരൂപനായ അച്യുതേ ശ്രീകൃഷ്ണനിൽ ഇത് ആശ്ചര്യം അത്ഭുതമാണെന്ന് മാം മംസ്ത വിചാരിക്കരുത്. അതായത് ബ്രഹ്മാസ്ത്രത്തെ ഈ വിധം തൻ്റെ സുദർശന ചക്രം കൊണ്ട് ഭഗവാൻ ശമിപ്പിച്ചത് ആശ്ചര്യപ്പെടത്തക്കതായിട്ട് ഒന്നുമില്ല. എന്തെന്നാൽ ആ ഭഗവാൻ തന്നെയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് നിലനിർത്തി ഇല്ലാത്തതും ആക്കുന്നത്. അതായത് സൃഷ്ടിയും രക്ഷണവും പാലനവും സംഹാരവും എല്ലാം ചെയ്യുന്നത് ഏതൊരു ഭഗവാനാണോ, ഈ ലോകത്തെ മുഴുവൻ നിലനിർത്തുന്നത് ഏതൊരു ഭഗവാനാണോ, അപ്രകാരമുള്ള ആ ഭഗവാൻ ആ സുദർശന ചക്രം കൊണ്ട് ആ ബ്രഹ്മാസ്ത്രത്തെ തടുത്തു നിർത്തി പാണ്ഡവന്മാരെയും ഉത്തരാഗർഭത്തെയും രക്ഷിച്ചു എന്നുള്ളതിൽ ആശ്ചര്യപ്പെടാനായിട്ട് ഒന്നും തന്നെ ഇല്ല. എന്തെന്നാൽ ഭഗവാൻ തന്നെ ആശ്ചര്യത്തിൻ്റെ മൂർത്തിഭാവമാണ്. ഭഗവാൻ തന്നെയാണ് എല്ലാറ്റിനും കാരണം. എല്ലാം നിലനിർത്തുന്നതും എല്ലാം ഇല്ലാണ്ടാക്കുന്നതും എല്ലാത്തെയും സൃഷ്ടിക്കുന്നതും എല്ലാം ആ ഭഗവാൻ തന്നെയാണ്. അപ്രകാരമുള്ള ആ ഭഗവാൻ തൻ്റെ മായാദേവി കൊണ്ട് ഇപ്രകാരമെല്ലാം ചെയ്യുന്ന ആ ഭഗവാൻ ഈ പ്രവൃത്തി ചെയ്തതിൽ നമുക്ക് ആശ്ചര്യപ്പെടത്തക്കതായിട്ട് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്കും അത്ഭുതകരമാണ് ഭഗവാന്റെ പ്രവൃത്തികളും എല്ലാം. അപ്രകാരമുള്ള ആ ഭഗവാൻ ഈ ഒരു കാര്യം ചെയ്തതിൽ നാം അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ശൗനകാദികളോട് വീണ്ടും സൂതൻ എടുത്ത് പറയുകയാണ്. അടുത്ത ശ്ലോകം കഴിഞ്ഞിട്ടാണ് ആ അതിമഹത്തായിട്ടുള്ള കുന്തി സ്തുതി ആരംഭിക്കുന്നത്. കുന്തി ദേവി ആ ഭഗവാനെ അനേകം ശ്ലോകങ്ങളെല്ലാം സ്തുതിക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള കുന്തി സ്തുതി 18ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുകയാണ്. ഈ ശ്ലോകം ഒരിക്കൽ കൂടി.
മാമം സ്ഥാഹേതദാശ്ചര്യം സർവാശ്ചര്യമയേച്യുതേ യൈദം മായയാ ദേവ്യ സൃജത്യവതിഹന്ത്യജ യൈദം മായയാ ദേവ്യ സൃജത്യവതിഹന്ത്യജ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.